ഇപ്പം ജെബിനച്ചൻ ഒരു കമൻറ്റുകളൊക്കെ പറഞ്ഞതിന് ശേഷം നാടകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സമ്മാനങ്ങൾ പറയും. എല്ലാ നാടകത്തെക്കുറിച്ചും ഒന്ന് ജസ്റ്റ് ഒരു പറഞ്ഞു കേട്ടോ. സ്നേഹം നിറഞ്ഞ ഡേവിസ് അച്ഛ, കൊച്ചച്ച, ചീഫ് ട്രസ്റ്റീസ്, അതുപോലെ തന്നെ സ്നേഹം നിറഞ്ഞ ബസവ നഗർ ഇടവകയിലെ അംഗങ്ങളെ, ആദ്യമേ തന്നെ വലിയൊരു സോറി, ബിഗ് സോറി. നേരം വൈകിന് ക്ഷമിക്കണം, കാരണം വഴി ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി. അപ്പോൾ ആദ്യം തന്നെ ഡേവിസിനോട് സോറി ചോദിക്കുന്നു. ഐ എം സോ സോറി ഫോർ ബീങ് ലേറ്റ്. അതൊരു വെരി ഹ്യൂമിലിയേറ്റിംഗ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി സമയം ഇവിടെ വെയിറ്റ് ചെയ്തെന്നറിയാം. ടു മച്ച് ലൈറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു അവസരം ഡേവിസിന് അതിൽ ഒത്തിരി നന്ദി പറയുന്നു. ഡേവിസിനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ മിനിസ്ട്രിയിൽ സെയിമേ സഭയിൽ ഞങ്ങളുടെയൊക്കെ വലിയൊരു മോഡലാണ് ഡേവിസ് അച്ഛൻ. നിങ്ങൾക്ക് അതിനൊരു നല്ലൊരു കയ്യടി കൊടുക്കാം ഡേവിസ് അച്ഛന്. കാരണം നിങ്ങൾ ഒത്തിരി ഭാഗ്യം ചെന്നവരാണ്. എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പ്, ഇത് ഈ ഇടവക 10 വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഈ ഇടവക രൂപം കൊള്ളുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഡിഗ്രി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഡേവിസ് അച്ഛൻ്റെ ഒപ്പം, അതേപോലെ തന്നെ അലക്സ് തണ്ണിപ്പാറച്ചൻ്റെ ഒപ്പം ഒരു പ്രയർ മീറ്റിങ്ങിന് വരാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് ഈ ഇടവക ആരംഭിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ 10 വർഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, 10 വർഷം ആകുന്നതിലൂടെ നിൽക്കുമ്പോൾ, you have realized the dream of God, more than dream of God, the plan of God, will of God through Father Davis. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. ഡേവിസ് അച്ഛനെ പോലുള്ള ഒരാൾ ഇവിടെ വരികയും നിങ്ങളെ സ്വന്തം എന്താ പോലെ, അതായത് ഹൗ എ ഷെപ്പേർഡ് കീപ്സ് ആൻഡ് ടേക്സ് കെയർ ഓഫ് ദി ഷീപ്സ്, നോ ലൈക്ക് അതേപോലെ ഇങ്ങനെ നോക്കി പരിപാലിച്ചൊരു ഇടവക ഉയർത്തിക്കൊണ്ടുവരുന്ന ഡേവിസ് അച്ഛനെ ഒത്തിരി മാതൃകയാണ്. താങ്ക് യു ഡേവിസ് അച്ഛൻ, ഞങ്ങൾക്കൊക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വളരെ ഇങ്ങനെ മാതൃക പോലെ നിൽക്കുന്നതിൽ. അപ്പോൾ ഈ ഇടവകയിൽ വരാനും ഇങ്ങനെ ഇത്ര പേര് ഒരുമിച്ച് കൂട്ടി ഈ ഒരു റിയലൈസേഷൻ സാധിക്കുക, ഇങ്ങനൊരു നാടകം പോലും ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നവരാണ് ഓരോ ഇടവകയിലുള്ളവർ. അപ്പോൾ ഈ 5 നാടകമൊക്കെ ഓരോ വാർഡ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. That is only because of Father Davis and his leadership. And appreciate your togetherness. ഇതിന് ഈ ഈഗോ ഇല്ലാണ്ടൊക്കെ ഒരു നല്ലൊരു മൈൻഡ് വേണം ഇതൊക്കെ വർക്കൗട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. കാരണം എളുപ്പമല്ല. നമ്മൾ ഓരോ ഇടവയിൽ ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വരാനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അതിങ്ങനെ വൺ ആഫ്റ്റർ അനദർ എന്നൊക്കെ പറയുന്ന പോലെ, അത് വിത്തൗട്ട് എനി ഈഗോ, ടോട്ടൽ കമ്മ്യൂണിയൻ, ആ ഒരു സ്നേഹത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഒത്തിരി സന്തോഷം. അതിന് ചുക്കാൻ പിടിക്കുന്ന ഡേവിസ് അച്ഛനും ഒപ്പം കൊച്ചച്ഛനും സിസ്റ്റേഴ്സിനൊക്കെ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ അധികം സമയം കളയുന്നില്ല, നിങ്ങൾക്ക് പോകേണ്ടതൊക്കെയാണ്. അപ്പോൾ യെസ്, ഓരോ നാടകവും എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാ നാടകങ്ങളും നിങ്ങളാൽ ആകുന്ന രീതിയിൽ അത് പോർട്രേ ചെയ്യാനായിട്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി, അത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ, വലിയ ആളുകൾ വരെ അവരുടെ കഴിവിൻ്റെ പരമാവധി they took a maximum effort to put this forward. ഓക്കെ, അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റാണ്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരുമിച്ച് കോർപ്പറേറ്റ് ചെയ്ത് ഒരേ സോളോട് കൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ടാസ്ക്. അപ്പോൾ അത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ഓരോ വാർഡിനും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും അവിടെ എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോയെന്നോ അല്ലെങ്കിൽ എനിക്ക് ആ കഴിവില്ലാന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. കഴിവിനേക്കാൾ ഉപരി ഐ ഹാവ് ടു ഡൂ ദിസ് ഫോർ ദി കമ്മ്യൂണിറ്റി. അവിടെ ഒരു ഈഗോയും ഒരു അഹങ്കാരമൊന്നും ഇല്ലാതെ അത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. അതാണ് സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദി ചർച്ച്. ഓക്കെ, ഓരോന്നിലേക്ക് പറയാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കും നിങ്ങളെ. ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാം. ഫസ്റ്റ് നാടകം സെയിൻറ്റ് പാട്രിക്. ഇൻട്രഡക്ഷൻ വളരെ നന്നായിരുന്നു. നല്ലൊരു ഇൻട്രഡക്ഷൻ കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ സീനൊക്കെ, യൂത്തിൻ്റെ സീനൊക്കെ വളരെ ഇൻട്രാക്റ്റീവായിട്ട് തോന്നി, വളരെ റിയൽ ആയിട്ട് തോന്നി. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോന്നും വളരെ എനിക്ക് തരും. കോസ്റ്റ്യൂമും അതേപോലെ തന്നെ സിമ്പിൾ കോസ്റ്റ്യൂമാണ്, വെരി സിമ്പിൾ കോസ്റ്റ്യൂമാണ്. നിങ്ങൾ അധികം പൈസ ഒന്നും അതിന് ചിലവാക്കിയിട്ടില്ല. പക്ഷേ ഇറ്റ് വാസ് സോ ഇംപ്രസീവ്. ദ കോസ്റ്റ്യൂം വാസ് സോ ഇംപ്രസീവ്. വളരെ ആ ഒരു തനതായിട്ടുള്ള രീതിയിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഡെപ്പിക്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിച്ചു.
പിന്നെ എനിക്ക് തോന്നിയത് ആ മാർക്കറ്റ് സീനൊക്കെ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. നിങ്ങൾ ചെയ്ത ഇങ്ങനെ ആടിനെ കൊണ്ടുവരും. ഇറ്റ്സ് നോട്ട് ഈസി ടു ഹാൻഡിൽ എ ജീവി ലൈക്ക് ദർ. ഓക്കെ, ഏറ്റവും എളുപ്പമല്ല ആടിനൊക്കെ കൊണ്ടുവന്നത് ചെയ്യാമെന്നൊക്കെ പറയണത്. ഓക്കെ, പിന്നെ ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ ഫുഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ പോലും ആക്ടിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ റിയലായിട്ട് ഭക്ഷണം കഴിക്കരുത്. മനസ്സിലായോ? പ്രത്യേകിച്ച് ബണ്ണ് പോലെയുള്ള സാധനങ്ങളൊക്കെ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ പശ പോലെ ഇരിക്കും. അപ്പോൾ ഹി വാസ് സ്ട്രഗ്ലിങ് എ ലോട്ട് ടു ആക്ട് ഇറ്റ് ഔട്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആക്ട് ചെയ്യാം, അത് അവിടെയാണ് ആക്ടിങ്, അഭിനയമാണ്, റിയൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ചെയ്യരുത്. ചിലപ്പോൾ ആ സമയം നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല. അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചുമ്മാ കയറിപ്പോയി അറിയാണ്ട് വെള്ളം കുടിച്ചിങ്ങനെ ഇറങ്ങി പോരണം. മനസ്സിലായോ? ചിലപ്പോൾ അതൊന്നും ആ സമയത്ത് ചിന്തിക്കണമെന്നും ഓർമ്മ വരണമെന്നില്ല. പക്ഷേ ഹി മാനേജ്ഡ് എ ലോട്ട്. ബിഗ് അപ്ലോസ് ടു ഹിം. ഓക്കെ, വലിയൊരു കയ്യടി കൊടുക്കാം. യെസ്. അതേപോലെ തന്നെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, യു ബ്രോട്ട് ദി കോൺസെപ്റ്റ് ഓഫ് ദ സാക്രിഫൈസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ദ സാക്രിഫൈസ് ഓഫ് ഗോഡ്. അതായത് ഒരു സ്ഥലത്ത് ഹ്യൂമൻ സാക്രിഫൈസ്, അവൻ്റെ സെൽഫിഷ് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ സ്വന്തം മോളെപ്പോലും, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്വന്തം മോളെപ്പോലും കുരുതി കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ദർ ഇസ് എ ഗോഡ്. പാട്രിക് ഈസ് സ്പീക്കിംഗ് അബൌട്ട് എ ഗോഡ് ഹു എംപ്റ്റീഡ് ഹിംസെൽഫ് ടു ഗിവ് സാൽവേഷൻ ടു ദി അതേഴ്സ്. അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ അങ്ങനെയൊക്കെ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിച്ചുള്ള ഒത്തിരി സന്തോഷം. അങ്ങനത്തെ ഒരു എലമെൻറ്റ്സും വളരെ റിയലാക്കി, വളരെ നാച്ചുറൽ ആകാതെ കുറച്ച് ഡിവൈൻ എലമെൻ്റൊക്കെ കൊണ്ടുവന്ന് അതിനെ കണക്ട് ചെയ്യാൻ സാധിച്ചതൊക്കെ ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. അതുപോലെ തന്നെ കൺക്ലൂഷനും ലാസ്റ്റ് കൺക്ലൂഷൻ, ആ കുട്ടികളൊക്കെ വന്ന് മാലാഖമാരായിട്ട് നിന്ന് അതിൻ്റെ തീമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലൊരു കൺക്ലൂഷനൊക്കെ ആയിട്ട് തോന്നി. ഇറ്റ് വാസ് വണ്ടർഫുൾ. ഓക്കെ, എല്ലാം വളരെ നന്നായിട്ട് തോന്നി. അതേപോലെ തന്നെ നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് തന്നെ തോന്നി. ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഇൻവോൾവ്മെൻറ്റ്, ഒത്തിരി പേരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസും അതേപോലെ തന്നെ ഒത്തിരി ആക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് വണ്ടർഫുൾ. പിന്നെ എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അത് കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, വെൻ യു ഡു ആൻ ആക്ടിങ് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അതിലൊരു ഡയലോഗ് ഉണ്ട്, ഒപ്പം നിങ്ങളുടെ ബോഡി ഡയലോഗ്, ഇമോഷൻ, ഇത് മൂന്നും കോംപ്രിഹെൻഡ് ചെയ്യണം. ഇത് മൂന്നും ഒരു പെർഫെക്റ്റ് പ്രൊപ്പോർഷനിലേക്ക് വരണം. അവിടെയാണ് ആക്ടിങ് പെർഫെക്റ്റ് ആകുന്നത്. ബോഡി, ഇമോഷൻ, അതേപോലെ തന്നെ ഡയലോഗ്. അപ്പോൾ ഇത് ഈ ട്രയാങ്കിൾ വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ കൂടെ. അപ്പോൾ കാരണം വെച്ചാൽ ഓരോ ഡയലോഗും അതിൻ്റെ ഡെപ്തിൽ മനസ്സിലാക്കി, ഓരോ ഡയലോഗിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡയലോഗ് സ്ലോ ആവും. മനസ്സിലായോ? ബിക്കോസ് യു ആർ റിഫ്ലക്റ്റിംഗ് ദ മീനിങ് ആൻഡ് യു ആർ ഗോയിങ് വിത്ത് ദി ഇമോഷൻ ഓഫ് ദാറ്റ് വേർഡ്. ഈച്ച് വേർഡ്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബോഡി, അപ്പോൾ ഒപ്പം നിങ്ങളുടെ ബോഡിയും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഫോക്കസ് ഓൺ ദി ഡയലോഗ് സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദി ഇമോഷൻ. കിട്ടിയോ? ഇമോഷനിലേക്ക് കയറാം. ഇമോഷനിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബോഡി ആക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് യു ഡയലോഗ് സ്ലോ ആക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമോഷനിലേക്കും ആക്ടിങ്ങിലേക്കും കയറാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് എനിക്ക് ഫസ്റ്റ് പാട്രിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ്, സിസ്റ്റർ റാണി മരിയ, ഇറ്റ് വാസ് ഓൾ ഗുഡ്, നന്നായിരുന്നു. ഒപ്പം എനിക്ക് ആ ഫാമിലി കണക്ഷൻ, എനിക്ക് എല്ലാവരും ആ ഒറ്റ ഫാമിലിയാണെന്ന് തോന്നിപ്പോയി. അതേപോലെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും ആ അപ്പനും അമ്മയും, എലീശയും അതേപോലെ തന്നെ അപ്പനും അമ്മയും, പിന്നെ റാണി മരിയയുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ വളരെ നല്ല ഇഫക്റ്റീവായിട്ട് തോന്നി. അതേപോലെ തന്നെ വൊക്കേഷൻ ആസ്പെക്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് കൊണ്ട് തന്നെ വലിയൊരു കൈയ്യടി അറിയിക്കുന്നു. അങ്ങനത്തെ ഒരു വൊക്കേഷനെ കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിങ്ങനെയൊക്കെ കാര്യങ്ങൾ വീട്ടിൽ പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു കാര്യം കുട്ടികളുടെ മനസ്സിലേക്ക് അത് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കാൻ സാധിച്ചത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരിക്കൽ പോലും ബാക്ക് തിരിഞ്ഞ് ആക്ട് ചെയ്യരുത്. എപ്പോഴും ആക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 80% ഓഫ് ദ ഡയലോഗ് എപ്പോഴും നമ്മൾ ഓഡിയൻസിന് കൊടുക്കണം. മനസ്സിലായോ? 20% മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആക്ടേഴ്സിന് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ബാക്കി എല്ലാ ഡയലോഗുകളും നേരെ നോക്കി ഓഡിയൻസിന് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. ബ്രിങ്ങിങ് ഓഫ് നോർത്തേൺ കൾച്ചർ, അതും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. കാരണം ട്രാൻസിഷൻ വാസ് ഗുഡ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സിസ്റ്റർ റാണി മരിയയുടെ ലൈഫിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് CMA അച്ഛന്മാർ. കാരണം സിസ്റ്റർ, അറിയാത്തൊരു ഹിസ്റ്ററി പറയാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ റാണി മരിയ ആദ്യം സിസ്റ്ററിൻ്റെ മിഷൻ പ്രവർത്തനം തുടങ്ങുന്നത് ബിജ്നോർ മിഷനിലാണ് സിസ്റ്റർ തുടങ്ങുന്നത് ആദ്യം. അത് ഡൽഹി ഋഷികേശിനോടൊക്കെ അടുത്തുള്ള ബിജ്നോർ മിഷനിലാണ് സിസ്റ്റർ റാണി മരിയ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഗേഷൻ പിതാവിൻ്റെ അടുത്താണ് ആദ്യം സിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഷൻ.
അങ്ങനെ മിഷൻ സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഭോപ്പാൽ ഇൻഡോറിലാണെന്നുണ്ടെങ്കിലും അവരുടെ മിഷൻ്റെ ഒരു സെൻറ്റർ, FCCക്കാരുടെ ഒരു സെൻറ്റർ ആയിരുന്നു ഡൽഹി ആ ഏരിയ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർ റാണിമരിയ അങ്ങനെ ആദ്യം സിസ്റ്ററിനോട് പിതാവ് പറയുന്നത്, ഗ്രേഷ്യം പിതാവ് പറയുന്നത് സ്കൂളിൽ വർക്ക് ചെയ്യാനാണ് ഗ്രേഷ്യം പിതാവ് പറയുന്നത് സത്യം പറഞ്ഞാൽ. അങ്ങനെ സിസ്റ്റർ റാണിമരിയ പറഞ്ഞു കമ്പൽസറി ആയിട്ടാണ് ആദ്യത്തെ ഒരു വർഷം റാണിമരിയ സ്കൂളിൽ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തുടങ്ങുന്ന സമയമാണ് മിഷൻ. പിന്നീട് പിതാവിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് സിസ്റ്റർ റാണിമരിയ കംപ്ലീറ്റ്ലി വില്ലേജിലേക്ക് പോകുന്നത്. കാരണം മൈ മിഷൻ ഈസ് നോട്ട് ഇൻ സ്കൂൾ ബട്ട് ഐ ഹാവ് ടു ഗോ ടു വില്ലേജ് എന്ന് പറഞ്ഞിട്ടാണ് റാണിമരിയ എന്ത് ചെയ്യുന്നത്, സ്കൂളൊക്കെ ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ്ലി മിഷനിലേക്ക് പോകുന്നത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇൻഡോറിലേക്ക് വരുമായിരുന്നു സിസ്റ്റർ. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റർ ഇൻഡോറിലേക്ക് വരുന്നതും അവിടെ മരിച്ചു വീഴുന്നതൊക്കെ, അവിടെ മാർട്ടറാകുന്നതൊക്കെ. അപ്പോൾ ഭോപ്പാൽ ഉണ്ടായിരുന്നുകൊണ്ട് അത്തരം സ്ഥലങ്ങളും അതൊക്കെ സിസ്റ്റർ റാണിമരിയനെയും അതേപോലെ തന്നെ സ്വാമിയച്ഛൻ, പിന്നെ CMI അച്ഛനാണ് ശരിക്കും പറഞ്ഞിട്ട് സമുന്ദർ സിംഗിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു CMI ഫാദറാണ്. ഹീ ഡൈഡ്. അപ്പോൾ CMIക്കാർ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ളതാണ് FCC കോൺഗ്രിഗേഷൻ. എനിക്ക് തോന്നുന്നു അൽഫോൺസാമ്മയുടെ ലൈഫിലും CMI ഫാദേഴ്സ് മേഡ് എ ഗ്രേറ്റ് ഒത്തിരി ഇൻഫ്ലുവൻസ് അൽഫോൺസാമ്മയുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഓഡിയൻസിന് കൊടുക്കണം. എനിക്ക് അതിൽ തോന്നിയൊരു ചെറിയൊരു ഇതെന്ന് പറയുന്നത് വേണമെങ്കിൽ കുറച്ചും കൂടിയും സിസ്റ്ററിൻ്റെ കുറച്ചുകൂടിയും ലൈഫ് കുറച്ചുകൂടി നിങ്ങൾക്ക് അതിൽ ഇനാക്ട് ചെയ്യാമായിരുന്നു. സിസ്റ്ററുടെ ഇൻവോൾവ്മെൻറ്റും അതേപോലെ തന്നെ സിസ്റ്റർ ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് സിസ്റ്റർ ചെയ്തതും. അപ്പോൾ സിസ്റ്ററുടെ കുറച്ച് ഇൻവോൾവ്മെൻറ്റ് കൂടി കുറച്ച് എനിക്ക് കൂട്ടാമെന്ന് എനിക്ക് സ്ക്രിപ്റ്റിൽ തോന്നി. പിന്നെ BGM കുറച്ച് ഡൗൺ ആയിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഒത്തിരി ആക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരതിലുണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ഒന്ന് വർക്ക് ചെയ്തെടുത്തെങ്കിൽ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ നമ്മളിതേപോലെ ടൈം ലൈമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ചും കൂടിയും ആ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചുല്ലോ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് പോയെങ്കിലും നന്നായിട്ടൊന്ന് തോന്നി. അതൊക്കെയാണ് മെയിനായിട്ട് റാണിമരി ആയിട്ടുള്ളത്. അപ്പോൾ അതല്ല അല്ലെങ്കിൽ എല്ലാം കൊണ്ടും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു സ്ക്രിപ്റ്റ്. ആ വൊക്കേഷൻ ആസ്പെക്റ്റും അതേപോലെ തന്നെ ഒക്കെ കൊടുക്കാൻ സാധിച്ച വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നി. യെസ്. പിന്നെ മാക്സിമിലിയൻ കോൾബെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വിശുദ്ധനാണ് മാക്സിമിലിയൻ കോൾബെ. തുടക്കം കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കായിരുന്നു തോന്നി. ഒരു സ്റ്റാർട്ടിങ് മാക്സിമിലിയൻ കോൾബയുടെ ഒരു ഓടിപ്പോകുന്നതാണ് എങ്കിൽ പോലും അത് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്നൊരു എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലൊരു സിംഗിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ കുറച്ച് ഗ്രൂപ്പ് ഇഫക്റ്റോട് കൂടിയൊക്കെ സ്ട്രോങ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ തോന്നി. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അത് ഭയങ്കര എന്താ പറയുക അബ്രപ്റ്റ് പോലെ സ്റ്റാർട്ട് ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു വേഗമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൽ ഒത്തിരി ഡീറ്റെയിൽസ് പോയിരുന്നു. അത് ഒത്തിരി, അതായത് ആ സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അത് ഞാൻ നോട്ട് ചെയ്യായിരുന്നു. 16670 എന്ന് പറയുന്നത് എക്സാക്ട്ലി മാക്സിമിലിയൻ കോൾബയുടെ ആ പ്രിസണർ നമ്പറാണത്. സോ നല്ലൊരു ക്ലാപ്പിംഗ് ടു ദോസ് ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ ആ വിഷം വായിൽ നിന്ന് വരുന്നതും അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂമിലുള്ള ഡീറ്റെയിൽസ്, അവരുടെ ആ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന് കൊടുക്കുന്ന അങ്ങനത്തെ കുറേ ഇതുകളും പിന്നെ അവരുടെ ആ സൈനുകളും സിമ്പിൾസും, അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഡീറ്റെയിൽസ് ഈ നാടകത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ദ സെയിം ടൈപ്പ് കോസ്റ്റ്യൂം ഫോർ ഓൾ ദി പ്രിസണേഴ്സ്. ആ കളറുള്ള കോസ്റ്റ്യൂമൊന്നും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് അതേപോലെ തന്നെ അത് എടുക്കാന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ഒത്തിരി അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഓഫ് ഡീറ്റെയിൽസ് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. ദാറ്റ് സംതിങ് ഗ്രേറ്റ്. അതേപോലെ തന്നെ പിന്നെ ഇതിൽ എനിക്ക് തോന്നിയൊരു ഞാൻ എടുത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഒത്തിരി പേര് മരണത്തെ ഭയക്കുന്നു, പക്ഷെ ഒരാൾ മരണത്തെ ഇങ്ങനെ ആശ്ലേഷിക്കാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നു. ദാറ്റ് സംതിങ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മുടെ ലൈഫിൽ എല്ലാവരും നമ്മൾ മരണത്തെ ഒത്തിരി ഭയപ്പെടുന്നവരാണ് അല്ലേ. പക്ഷേ ഈ സെയിൻസൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്താണ്, ടേക്ക് എനി സെയിൻസിലുള്ള ഭൂരിഭാഗം എല്ലാവരും മാർട്ടിയറായിട്ട് മരിച്ചിട്ടുള്ള 5 സെയിൻസ് അല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാ സെയിൻസും ദേ ഓൾ വെർ മാറ്റർ എക്സെപ്റ്റ് ആയിട്ടുണ്ട് പാട്രിക് അല്ലെങ്കിൽ എല്ലാ സെയിൻസും മാർട്ടേഴ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെത്രേ ഉള്ളൂ, മരണത്തിനപ്പുറത്തും ഒരു ജീവിതമുണ്ടെന്ന്, ഈ ലോകത്തിൽ ജീവിക്കുന്നേക്കാളും കൂടുതൽ മരണത്തിനപ്പുറത്ത് വേറൊരു ജീവിതം ഉണ്ടെന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർക്ക് തന്നെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വിശുദ്ധരാകുന്നത്, നമ്മൾ വിശുദ്ധരാകാത്തതും. ഓക്കെ. പക്ഷേ വി ഓൾ ഹാവ് എന്താ പറയുക, നമുക്കെല്ലാവർക്കും അതിനുള്ള സാധ്യതകളുണ്ട്. ദൈവം അതിനെല്ലാവരും നമ്മൾ അനുഗ്രഹിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ BGM വളരെ നന്നായിരുന്നു മാക്സിമിലിയൻ കോൾബെ. അത് ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. BGM വാസ് സോ ഗുഡ്. ഭയങ്കര ഇമോഷണലി ഉണ്ടായിരുന്നു, നല്ലതായിട്ട് ഇമോഷണലായിട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഗുഡ്. സോ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്.
നന്നായിട്ട് വർക്ക് ചെയ്തു. ചില കാര്യങ്ങളൊക്കെ ആ സോളോലോക്കി പോലെ പറയുന്ന ആ പ്രിസൺ ബ്രേക്കറൊക്കെ ആ സോളോലോക്കി പറയുന്നതൊക്കെ വളരെ വളരെ ടച്ചിങ് ആയിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. യെസ്. പിന്നെ താഴെ നോക്കി ആക്ട് ചെയ്യരുത്, മനസ്സിലായി. എപ്പോഴും കുറേ പേര് ഇങ്ങനെ അത് ട്രെയിനിങ് കുഴപ്പമായിരിക്കും. നേരെ നോക്കി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നേരെ നോക്കി ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞു ടെക്നിക്കൽ ആസ്പെക്റ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം അവസാനത്തെ ആ ഡമ്മീനെ എടുത്ത് ഇടുന്നതും എറിയുന്നത് കാര്യങ്ങളൊക്കെ ദോസ് ആർ ടെക്നിക്കലി ഇറ്റ് വാസ് ഗുഡ്. യെസ്, വണ്ടർഫുൾ വണ്ടർഫുൾ. യെസ്. ഓക്കെ. പിന്നെ ഫോർത്ത് ഡ്രാമ പാന്തൂലിയാൻ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സൈനിനെ കുറിച്ച് കേൾക്കുന്നത്. യെസ്, ഐ റിഗ്രറ്റ് മൈസെൽഫ് ദാറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു സൈനിനെ കുറിച്ച് കേട്ടില്ലല്ലോ, ഇങ്ങനെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ബട്ട് ഇറ്റ് വാസ് ഓൾ ഗുഡ്. വണ്ടർഫുൾ ഡ്രാമ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സോ പ്രൊഫഷണൽ ഇൻ ആക്ടിങ്, ഇൻ കോസ്റ്റ്യൂം, എല്ലാത്തിനും നല്ല പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. ഓക്കെ. യെസ്, വെരി ഗുഡ്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയാണ് ആ സന്തോഷവും ആഹ്ലാദവും ഒക്കെ. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഒത്തിരി എന്താ പറയുക, ഒത്തിരി പ്രൊഫഷണലായിട്ട് തോന്നി. കോസ്റ്റ്യൂം വൈസും അതേപോലെ തന്നെ ആക്ടിങ് വൈസൊക്കെ ഭയങ്കര പ്രൊഫഷണലിസം. ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകം കണ്ടപ്പോൾ പഴയ നമ്മുടെ നാട്ടിലുള്ള നാടകത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ വളരെ അനായാസം അഭിനയിക്കാവുന്നൊരു യൂസേജ് ഉണ്ട്. അനായാസം ചെയ്യാന്നുള്ള അനായാസം ആക്ട് ചെയ്യുന്നു. എല്ലാവരും അനായാസം ആക്ട് ചെയ്യുന്നു. ഇറ്റ് വാസ് ഓൾ ഗുഡ്. പിന്നെ ആ ഓൾട്ടർ ഈഗോ ആസ്പെക്റ്റൊക്കെ ഉണ്ടെന്ന് വളരെ നന്നായിട്ട് തോന്നി. അതായത് പന്തോലിയൻ്റെ വേറൊരു ഈഗോ ക്യാരക്ടർ വന്നിട്ട് ആൾ ഇത് ചെയ്യുന്നതും ഒക്കെ വളരെ നന്നായിട്ട് തോന്നി. ഒത്തിരി തിയേറ്ററിക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു തോന്നി. ഒത്തിരി തിയേറ്ററിക് എലമെൻറ്റ്സും പിന്നെ പ്രൊഫഷണലായിട്ട് അതിന് ഡീൽ ചെയ്തൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ബാക്ക്ഗ്രൗണ്ടിലെ ആ സാധനം എല്ലാം സെറ്റ് ചെയ്തൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ അവസാനത്തെ ഡയലോഗ് എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഇമ്പാക്റ്റായിട്ട് തോന്നിയത് രണ്ട് സീനുകളാണ്, 2 ഡയലോഗുകളാണ്. ഒന്ന് ആ മാമ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു വന്ന് പറയുന്ന ഡയലോഗില്ലേ, ഇറ്റ് വാസ് സോ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇറ്റ് വാസ് സോ ടു ഇമോഷണൽ ഫോർ മീ സെയിങ് ദാറ്റ് ഡയലോഗ്. പിന്നെ ആളുടെ അപ്പനും പറയുന്ന ഡയലോഗ്, അതായത് വാട്ട് വാസ് ഹിസ് നെയിം, അമേലിയൻ വാസ് സോ ഗുഡ് ഇൻ ഡയലോഗ്. പക്ഷേ കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് സോ, അതാണ് മെഷർ ചെയ്ത് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ ഇമോഷൻ, ബോഡി, ഡയലോഗൊക്കെ മെഷർ ചെയ്ത് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതാണ്. സോ പവർഫുൾ. അമേലിയൻ വാസ് സോ പവർഫുൾ. എനിക്കത് ഭയങ്കര ടച്ചിങ് ആ ഡയലോഗ്. അതുപോലെ തന്നെ പന്തേലിയൻ കർത്താവിനെ അറിയുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു, മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ പാപമൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കർത്താവിനെ അറിയാം, അങ്ങയെ എനിക്ക് ദിസ് വാസ് ദ ഡയലോഗ്, അങ്ങ് എനിക്കറിയാം ഓർമ്മ വരുന്നില്ല. ദിസ് വാസ് ദ ഡയലോഗ്. ഓക്കെ, ഐ വാസ് റിട്ടൺ ഹിയർ. അങ്ങ് എനിക്കറിയാം ഓർമ്മ വരുന്നില്ല. ഇത് സംതിങ് അതും എന്നെ ടച്ച് ചെയ്തൊരു ഡയലോഗാണ്. ഇറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ ലാസ്റ്റ് ദേവസഹായം പിള്ള എനിക്ക് തോന്നിയത് നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു നാടകത്തിന്. ദർ വാസ് എ കംപ്ലീറ്റ് ഫ്ലോ. ആ ഫ്ലോ എപ്പോഴും, അതേപോലെ തന്നെ ഓൾ ദ ക്യാരക്ടേഴ്സ് വെയർ വെരി ഇമേഴ്സ്ഡ് ഇൻ ഡൂയിങ് ഇറ്റ്. ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര പവർഫുൾ ഡയലോഗ് ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഡയലോഗിനൊക്കെ, മനസ്സിലായോ? വളരെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് സംതിങ് അമേസിങ്. അതേപോലെ തന്നെ നിർത്തിയൊക്കെ ഡയലോഗ് പറയാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വേറെ നമ്മൾ അതൊരിക്കലും ഡയലോഗ് കേൾക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓൾ ഗുഡ്. പിന്നെ ബ്ലൈൻഡ് ഗേൾ സൂപ്പർ. അതായത് വി ജസ്റ്റ് നോട്ടീസ്ഡ് ഹെയർ. അതായത് ആ കുട്ടിയോട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പറയായിരുന്നു അത് ശരിക്കും ബ്ലൈൻഡ് ആണോ അല്ലെങ്കിൽ അത് ആക്ട് ചെയ്യുന്നതാണോ. നോ, ബിക്കോസ് വി ആർ നോട്ട് എക്സ്പെക്ടിങ് എ മിറാക്കിൾ ദർ. ഓക്കെ, ദാറ്റ്സ് എ റീസൺ. ഓക്കെ, ദേവസഹായം അവിടെ വരുന്നില്ല, അവർ വന്നവർ പറയുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ കുട്ടി ശരിക്കും വി ആർ നോട്ട് എക്സ്പെക്ടിങ് എ മിറാക്കിൾ. ദാറ്റ്സ് എ റീസൺ വി തോട്ട് ഓഫ് വെദർ ഷീ ഈസ് റിയലി ബ്ലൈൻഡ് ഓർ നോട്ട്. അപ്പോൾ അത് അങ്ങനെ തോന്നി. പിന്നെ നല്ലൊരു ഫ്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എനിക്ക് തോന്നിയത് കാലഘട്ടവും മ്യൂസിക്കും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത് പോകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളെ മ്യൂസിക് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 300 ഇയേഴ്സ് ബിഫോറാണ്. അപ്പോൾ ദേവദൂതനിലെ മ്യൂസിക് എടുക്കുന്നത് മാച്ച് ആവില്ല. യു ആർ ദ പോയിന്റ്.
കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കാണ് ദേവദൂലിൻ്റെ മ്യൂസിക്. അപ്പോൾ അതെടുക്കുമ്പോൾ ഒട്ടും മാച്ച് ആവില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ഇത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എലമെൻറ്റ്സ് ടൈം ലൈനൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തോന്നി. സോ ഇതൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ് വാസ് ഓൾ എന്താ പറയുക മാഗ്നാനിമസ്, എന്താ പറയുക മാർവലസ് എഫേർട്ട്. അതുപോലെ തന്നെ ഐ അപ്രീഷിയേറ്റ് യുവർ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റിനെ, ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ, സ്പിരിറ്റ് ടുഗെദർനെസ്സിനൊക്കെ ഐ അപ്രീഷിയേറ്റ് എ ലോട്ട്. God bless you all. Thank you so much. Check. Hi all. ഞാൻ അച്ഛനോ ബ്രദറോ ആരും അല്ല, സ്റ്റുഡൻ്റാണ്. പേര് ഡേവിഡ്. ജെബിനച്ചൻ ഇതിലെ സ്ക്രിപ്റ്റ് തുടങ്ങി ഡയറക്ഷൻ ആക്ടിങ് എല്ലാവരും കവർ ചെയ്തു. ഞാനായിട്ടിട്ട് വലിച്ചു നീട്ടാനുള്ള സമയം ഭയങ്കരമായിട്ട് ലേറ്റായി പോയി. പക്ഷേ ഹ്യൂജ് റെസ്പെക്ട് ടു, അതായത് സ്റ്റേജിൽ ചെറിയ കുട്ടി തുടങ്ങി പ്രായ അപ്പച്ചന്മാരെല്ലാവരും, അതായത് ഏജ് ഗ്രൂപ്പ്സ് എല്ലാവരും കാണുന്നതിൽ ഹ്യൂജ് റെസ്പെക്ട് ടു ദിസ് കമ്മ്യൂണിറ്റി. ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റ് പെർഫോമൻസസ്, സം വെരി ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ്, സ്റ്റേജ് സെറ്റിംഗ് ആണെങ്കിലും ആക്ടിങ് വൈസ് ഡിറക്ഷൻ വൈസ് ഭയങ്കര ബ്രില്യൻറ്റ് പെർഫോമൻസസ് ആയിരുന്നു. ആൻഡ് ഐ താങ്ക് അച്ഛനും പിന്നെ യു ഓൾ. ആൻഡ് ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി ഹിയർ. താങ്ക് യു. റിസൾട്ട്സ് അനൗൺസ് ചെയ്യണോ? ഓക്കെ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് categories, we'll announce the categories first and after that we'll announce the which is the best drama. Best supporting actress രണ്ട് പേരുണ്ട്. First no, there is only okay. First, Mother of Rani Maria. Best supporting actress, Mother of Rani Maria. And Mother of Rani Maria, Rani Mariയുടെ അമ്മ. ഒപ്പം Mother of Ebromi, Patrick. Mother of Ebromi. Okay. And best supporting actor, first Prison Breaker Colby. And best supporting actor, alter ego Pandulion, Victor, yes. And background score goes to, first place goes to Colby, and second goes to Fifth Devasahayam. And best script, first prize goes to St. Patrick, and second prize goes to Devasahayam. And best director, first prize goes to Pandulion, and second prize goes to St. Patrick. And best child artist, Ebromi, and second prize goes to Blind Girl. So first prize goes to Ebromi and second prize goes to Blind Girl. And best actress, second prize goes to Sister Rani Maria, and first prize goes to Mother of Pandulian. Yes. And best actor, first prize, second prize goes to Samundar Singh, Rani Maria, and the first prize goes to Pandulian. Special jury in the best actress special jury in the best actress special jury Bhargavi of Devasahayam Billa, and best actor special jury father of Pandulian, yes. പ്രിയമുള്ളവരെ, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് യങ് കപ്പിൾസിന് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. പ്രശ്നച്ചൻ്റെ നേതൃത്വത്തിലുള്ള യങ് കപ്പിൾസ് അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു കേട്ടോ. ഒത്തിരി ബുദ്ധിമുട്ടി, കാരണം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയില്ല അത് പൂർത്തീകരിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ജെബിനച്ചൻ കുറേ വർഷങ്ങളായിട്ട് ധർമാരാമിൽ നാടകം ഡയറക്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം യൂത്തിനെ സംഘടിപ്പിച്ച് സെൻറ്റ് തോമസിൽ ക്രൈസ്റ്റ് അക്കാഡമിയിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി പോവോടെ അവർ ട്രെയിൻ ചെയ്യാൻ മലയാളം അധികം അറിയാത്ത യൂത്തിനെ സംഘടിപ്പിച്ച് മലയാള നാടകം ഔസപിതാവ് നാടകം താതൻ ചെയ്തതാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് ഡ്രാമയിലും ധർമാരാമിലുള്ള ഇംഗ്ലീഷ് ഡ്രാമയിലൂടെയാണ് അന്ന് ജെബിനച്ചൻ കയറി വന്ന് പിന്നെ മലയാളത്തിലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അച്ഛൻ പോകാറുണ്ട്. പിന്നെ ഡേവിഡിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു കേട്ടോ. പ്രത്യേകമായിട്ട് ഇനി ഫസ്റ്റ് സെക്കൻഡ് തേർഡും
അനൗൺസ് ചെയ്യാം. Fourth prize goes to Sister Rani Maria. Fourth, okay. And third prize goes to St. Patrick. And second prize goes to, and I will just say first prize goes to, I think suspense first. Yes. First prize goes to, you have any guess? No. Pantulian. And the second prize goes to shared Anna, Kolbe and Devasahayam. Yes. Best actor, first Pantulion. And second, Samundar Singh. Best actor, Pantulion. And the second, Samundar Singh. And special jury, father of Pantulion. Samundar Singh. Samundar Singh. And the special jury, father of Pantulion. And you did both the Armenian. Okay, Armenian. Double roll. Oh, great. Yes. Okay. Best actress, first prize goes to mother of Pantulion. What's her name? Yadu. Character name. Yes. Is it space? Yes, oh my God. And the second prize goes to Sister Rani Maria. She's coming, yes. Come. Yes. And special jury, Bhargavi. Best child artist, first prize goes to Ebromi. Ebromi is coming, yeah. And the second prize goes to the blind girl. And the blind girl. And best director, Pantulion. Director. I want to see him. Yes. The actor is the director. Yeah. Okay. Yes, good. That's racing. Okay. And St. Patrick. Best director, St. Patrick. Yes. Director. Second best. Yes. St. Patrick. Yes. Best script, St. Patrick. And fifth, and Devasahayam. Best script, Devasahayam. Second best, Devasahayam.
Best background score, first prize, Colby. Colby. And second best, Devasahayam. And second best, Devasahayam. Oh my God. Great. Devasahayam. And best supporting, yeah. Devasahayam. Second best, Devasahayam. Best script. Best background score. And best supporting actor, first Prison Breaker. Prison Breaker, yes. Colby. The same person, no? The Prison Breaker. Max Pilling Okay. Prison Breaker. Okay. So fine. Okay. And the best supporting actor, second, goes to Alter Ego. Alter Ego, the person is Pandolian Victor. The name is Victor, yes. And best supporting actress, mother of Rani Maria, first mother of Rani Maria. And second, mother of Abromi. Second best mother of Abromi. സ്പെഷ്യൽ ജൂറി ചൈൽഡ് ഇല്ല. കാരണം ചൈൽഡ് ആക്ടേഴ്സ് ഒരുപാട് നന്നായിട്ട് അഭിനയിച്ചവർ വളരെ കഴിഞ്ഞ വർഷം ഒത്തിരി പേരുണ്ടായിരുന്നു, ഈ വർഷം കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്പെഷ്യൽ ജൂറി ഇല്ല കേട്ടോ ചൈൽഡ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ള രണ്ടുപേരെ വെൽക്കം ചെയ്യാം. സെന്റ് കോൾബെ, മാക്സിമിലിയൻ കോൾബെ ആൻഡ് ദേവസഹായം പിള്ള. യെസ്, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മാക്സിമിലിയൻ കോൾബെ ആൻഡ് ദേവസഹായം പിള്ള. ആദ്യം കോൾബെ, ഫസ്റ്റ് കോൾബെ. And Devasahayam.
And the first prize goes to Pandulia. Yes.